നമുക്കൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ഞാൻ ഗ്രീൻ ബീൻസും ഇടും കേട്ടോ. ഞാൻ അങ്ങനെ ഗ്രീൻ ബീൻസും റൈസും ഒരുമിച്ചാണ് വേവിച്ച് വെക്കുക. കുറച്ച് സമയം മുന്നേ നമ്മൾ റൈസ് വേവിച്ച് വെക്കണം കേട്ടോ. അപ്പോഴാണ് അത് തണുത്ത് നല്ല ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാൻ കിട്ടുക. പിന്നെ 2 എഗ്ഗും ബോൺലെസ് ചിക്കനും എടുക്കണം. പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയില, സവാള, വെളുത്തുള്ളി ഇതെല്ലാം എടുക്കാം. അത് കഴിയുമ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ 2 എഗ്ഗ് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 എഗ്ഗ് നമ്മൾ കൊത്തിപ്പൊരിച്ചിടണം. ഞാൻ എൻ്റെ എളുപ്പപ്പണിക്കായിട്ട് എന്ത് ചെയ്തു, ചിക്കനും ഒരുമിച്ച് ഇട്ടു. പക്ഷെ അത് രണ്ടും കൂടി വെന്ത് വന്നപ്പോൾ അത് രണ്ടും കൂടി മിക്സായി. ഞാനത് പാളിപ്പോന്നാണ് വിചാരിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് അത് വേവിച്ചെടുത്തു. അതിന് ശേഷം നമ്മളുടെ റൈസ് പച്ചക്കറികളെല്ലാം വെന്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് സോയാ സോസ് ഒഴിക്കും. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് ഇട്ടിട്ട് പിന്നെയും അത് വാട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കുറേശ്ശെയായിട്ട് ഇട്ട് എല്ലാതും കൂടി മിക്സ് ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രുചിയായിരുന്നു.